ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ടൈം ഓഫ് സപ്ലൈ ആണ് അല്ലേ. ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളത്. അതിൽ 4 തരത്തിലാണ് ടൈം ഓഫ് സപ്ലൈ കണക്കാക്കാനുള്ളത്. അതിലൊന്നാമത്തെ അണ്ടർ ഫോർവേഡ് ചാർജ് നമ്മൾ പഠിച്ചു. ടൈം ഓഫ് സപ്ലൈ അണ്ടർ ഫോർവേഡ് ചാർജ് പഠിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ റിവേഴ്സ് ചാർജ് ബേസിസ് ആണ്. എന്താണ് റിവേഴ്സ് ചാർജ് ബേസിസ്? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് റിവേഴ്സ് ചാർജ് ബേസിസ് അല്ലേ. സാധാരണ സപ്ലയർ ഗവൺമെൻറ്റിലേക്ക് GSTയുടെ എമൗണ്ട് അടക്കുമ്പോൾ റിവേഴ്സ് ചാർജ് ബേസിൽ റെസിപ്പിയൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് GSTയുടെ എമൗണ്ട് അടക്കുന്നത്. അത് 2-3 കേസസ് വരുന്ന അല്ലെങ്കിൽ 3-4 സാഹചര്യങ്ങളിലാണ് റെസിപ്പിയൻ്റ് ഗവൺമെൻറ്റിലേക്ക് GST അടക്കേണ്ടി വരുന്നത്. എന്നിരുന്നാലും സപ്ലയർക്ക് പകരം റെസിപ്പിയൻ്റ് ആണ് GSTയുടെ എമൗണ്ട് അടക്കുന്നതെങ്കിൽ അതാണല്ലോ റിവേഴ്സ് ചാർജ് ബേസിസ് എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാം. അതിലൊന്നാമത് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്, സാധനങ്ങളാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടൈം എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളതാണ്. അതിൽ ഈ 5 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഈ 5 കാര്യങ്ങളിൽ ഏതാണോ ആദ്യം നടക്കുന്നത് ആ ടൈമാണ് ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് ആയിട്ട് കണക്കാക്കേണ്ടത്. 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങളിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അതാണ് ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ്. അതിൽ ഒന്നാമത്തതാണ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ റെസിപ്പിയൻറ്റിന് കിട്ടുന്ന ഡേറ്റ് അല്ലേ, റെസിപ്റ്റ് ഓഫ് ഗുഡ്സിൻ്റെ ഡേറ്റ്. രണ്ടാമത്തത് ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. എന്നാണോ ഈ ഒരു സപ്ലൈയുടെ പേയ്മെൻറ്റ് നടത്തുന്നത്, കൺസിഡറേഷൻ കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. മൂന്നാമത്തത് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഇൻവോയ്സ്. എന്നാണോ ഇതിൻ്റെ ഇൻവോയ്സ് നമുക്ക് കിട്ടുന്നത് ആ ഇൻവോയ്സ് കിട്ടുന്ന ഡേറ്റ്. നാലാമത്തത് ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ബുക്സ്. എന്നാണോ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ്. അഞ്ചാമത്തത് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് സെൻഡ് ബൈ ദി സപ്ലയർ. സപ്ലയർ സെൻഡ് ചെയ്യുന്ന ഇൻവോയ്സ് കിട്ടിയതിന് ശേഷം 30 ദിവസം വരെയുള്ള സമയം. ഉദാഹരണത്തിന് മാർച്ച് 1-ാം തീയതിയാണ് എന്ത് ചെയ്തത്, ഇൻവോയ്സ് സെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടില്ല, 30 ദിവസം കഴിഞ്ഞിട്ടില്ല. അതായത് മാർച്ച് 1 കഴിഞ്ഞാൽ ഏപ്രിൽ 1 അല്ലെങ്കിൽ ഏപ്രിൽ 2-ാം തീയതിയാണ് ഇവിടെ എന്ത് എടുക്കേണ്ടത്, ഈ ഡേറ്റ് എടുക്കേണ്ടത്. 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് സെൻഡ് ബൈ ദി സപ്ലൈ. നമുക്ക് ക്വസ്റ്റ്യനിൽ പറയും എന്നാണ് ഇൻവോയ്സ് സെൻഡ് ചെയ്തത് എന്ന്. സെൻഡ് ചെയ്തിട്ട് 30 ദിവസം കൂടി കൂട്ടുക. 30 ദിവസം കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, ഒരു ടൈം ഉണ്ടല്ലോ, ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ബുക്സ്, മറ്റൊന്ന് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് സെൻഡ് ബൈ ദി സപ്ലയർ. സപ്ലയർ സെൻഡ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ് കിട്ടിയിട്ട് 30 ദിവസം കൂടി കൂട്ടിയിട്ട് ആ ടൈം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡും അതോടൊപ്പം തന്നെ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് സെൻഡ് ബൈ ദി സപ്ലയറും. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശരിക്കും പഠിച്ചിക്കുക. ഇതെല്ലാം വേണം, എല്ലാം പഠിക്കണം. നമ്മളോട് പ്രോബ്ലം ഒന്നും ചോദിക്കൂല, നമുക്ക് തിയറിയാണ് വേണ്ടത്. തിയറി എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ റിവേഴ്സ് ചാർജ് ബേസിസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ അറിയണം. എന്നിട്ട് ഷോർട്ടാക്കി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇൻ ഷോർട്ട് ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ആൻഡ് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് സെൻഡ് ബൈ ദി സപ്ലയർ വിച്ച് ക്യാൻ ബി കൺസിഡർഡ് ഫോർ ദി ടൈം ഓഫ് സപ്ലൈ. ഈ ഇതിലേതെയോ ആദ്യം നടക്കുന്ന ഏതാണോ അതന്നെ ആയിരിക്കും അവിടെ ടൈം ഓഫ് സപ്ലൈ കിട്ടുക. ബാക്കിയിൽ നോക്കണ്ട എന്നല്ല, തിയറി പഠിക്കുമ്പോൾ മുഴുവൻ പഠിക്കുക. ഇനി പ്രോബ്ലത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മാത്രം നോക്കുക, ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, എന്നാണോ പേയ്മെൻറ്റ് നടത്തിയത് നോക്കുക. മറ്റത് ഇൻവോയ്സ് എന്നാണ് കിട്ടിയത്, ഇൻവോയ്സ് എന്നാണ് അയച്ചത്, ഇൻവോയ്സ് അയച്ചിട്ട് 30 ദിവസം കൂടി കൂട്ടിയിട്ട് ആ ഡേറ്റ് നോക്കുക. ആ 2 ഡേറ്റിൽ ആദ്യം ഏതാണോ നടക്കുന്നത് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്തതാണ് ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസസ്. അപ്പോൾ നമ്മൾ ഗുഡ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. ഇനി ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസസ്, ഇതിലും പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, 5 കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിലാദ്യം നടക്കുന്നത് ഏതാണോ അത് തന്നെയാണ് ടൈം ഓഫ് സപ്ലൈ. നോക്കിക്കോ, ഒന്നാമത്തത് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സർവീസ്, എന്നാണോ സർവീസ് നമുക്ക് ലഭിക്കുന്നത്, റെസിപ്പിയൻറ്റിന് കിട്ടുന്നത് ആ ഡേറ്റ്. രണ്ടാമത്തത് ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, എന്നാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റ്. മൂന്നാമത്തെ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഇൻവോയ്സ്, എന്നാണോ ഇൻവോയ്സ് റിസീവ് ചെയ്യുന്നത് എങ്കിൽ ആ ഡേറ്റ്. മറ്റൊന്ന് ഡേറ്റ് ഓഫ് ഡെബിറ്റിംഗ് ബുക്സിൽ ഡെബിറ്റ് ചെയ്യുന്ന ഡേറ്റ്. മറ്റൊന്ന് 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഫോർ ദി സർവീസ് ബൈ ദി സപ്ലയർ. ഇവിടെ 30 days ആണ്, ഇവിടെ 60 days ആണ്. ബാക്കിയൊക്കെ എന്തായിട്ടുള്ളൂ, ഗുഡ്സിലോടത്തൊക്കെ സർവീസ് ആയിരുന്നുള്ളൂ. ഇവിടെ മാത്രമേ മാറ്റി വരുന്നുള്ളൂ. 60 days ആണ് സർവീസസിന്, ഗുഡ്സിനാണെങ്കിൽ 30 days ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. എന്നിട്ടും തന്നെ ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് പ്രോബ്ലമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ 2 കാര്യങ്ങൾ, ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡും അതോടൊപ്പം തന്നെ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഫോർ ദി സർവീസ് ബൈ ദി സപ്ലയർ, ഈ 2 പോയിന്റ്സ് നമുക്ക് ഉണ്ടെങ്കിൽ, ഈ 2 പോയിന്റ്സ് മാത്രം പരിഗണിച്ചാൽ തന്നെ ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസസ് നമുക്ക് കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പേയ്മെൻറ്റ് നടത്തിയ ഡേറ്റും 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് സെൻഡ് ചെയ്തതിന് ശേഷം 60 ദിവസം കൂടി കൂട്ടുക, ഗുഡ്സ് ആണെങ്കിൽ 30 ദിവസം കൂട്ടുക. ആ കിട്ടുന്ന പീരീഡ് രണ്ടും, ആ കിട്ടുന്ന 2 ഡേറ്റുകൾ പരസ്പരം കമ്പയർ ചെയ്ത് അതിലേത് ഡേറ്റ് ആണോ ആദ്യം നടക്കുന്നത് എങ്കിൽ ആ ഡേറ്റ് ആണ് അവിടെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 പോയിന്റ് പഠിക്കണം, ഇവിടെ 5 പോയിന്റ് പഠിക്കണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എ ലിമിറ്റഡ് അണ്ടർടേക്ക് സർവീസ് ഓഫ് എ ഡയറക്ടർ മിസ്റ്റർ ഡി വർത്ത് ₹50,000 ഓൺ 15th January, 15-ാം തീയതിയാണ് സർവീസ് എന്ത് ചെയ്യുന്നത്, അണ്ടർടേക്ക് ചെയ്യുന്നത്. ദ ഇൻവോയ്സ് വാസ് റേസ്ഡ് ഓൺ 1st February. ഇതിൻ്റെ ഇൻവോയ്സ് റേസ് ചെയ്തത് 1st February ആണ്. എ ലിമിറ്റഡ് മെയ്ഡ് ദ പേയ്മെൻറ്റ് ഓൺ 1st May. പേയ്മെൻറ്റ് നടത്തിയത് 1st May ആണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, നമുക്ക് 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ സർവീസാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സർവീസ് ആയതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങൾ, ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ്, എന്നാണോ അതിന്റെ പേയ്മെന്റ് നടത്തിയത് എന്നും 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഫോർ ദി സർവീസ് ബൈ ദി സപ്ലയർ എന്നീ പറയുന്ന 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ. ഓക്കെ, സർവീസ് ആണല്ലോ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ്, എന്നാണ് ഇതിന്റെ പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് നോക്കണം. ഓക്കെ, പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് എന്നാ 1st May പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് 1st May. അടുത്ത് വേണ്ടെന്താ, 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഫോർ ദി സർവീസ് ബൈ ദി സപ്ലയർ. അതായത് ഇൻവോയ്സ് സെൻഡ് ചെയ്തിട്ട് 60 ദിവസം അതിനോട് കൂട്ടണം അല്ലേ. ഇവിടെ എന്നാ ഇൻവോയ്സ് സെൻഡ് ചെയ്തത് നോക്ക്, ഇൻവോയ്സ് എന്നാണ്, ഇതാണ് ദ ഇൻവോയ്സ് വാസ് റൈസ്ഡ് ഓൺ 1st February. 1st February ആണ് ഇൻവോയ്സ് റൈസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 60 ദിവസം കൂട്ടണം, അതായത് 2 മാസം കൂട്ടണം. 1st February ഇല്ലത് എന്താവും, ഫെബ്രുവരിയിൽ എന്താ, മാർച്ചും ഏപ്രിലാവും അല്ലേ. ഏപ്രിൽ 1 അല്ലെങ്കിൽ ഏപ്രിൽ 2-ാം തീയതിയാണ് അവിടെ ആ പീരീഡ് വരിക. 60 ദിവസം കഴിയുമ്പോൾ ഏപ്രിൽ 2-ാം തീയതി. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തേക്കാണ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് 1st May. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് 1st May. അടുത്തത് 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇൻവോയ്സ് അല്ലേ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള 60 ദിവസം ഏതാണ്, 1st February ആണ്. അതിന് 60 ദിവസം കൂട്ടണം. അപ്പോൾ എത്രയായിരിക്കും, മാർച്ച് ഏപ്രിൽ 2-ാം തീയതി അല്ലേ. ഏപ്രിൽ 2-ാം തീയതി. ഇതിലേതാണോ ആദ്യം നടക്കുന്നത്, ഏപ്രിൽ 2 ആണോ 1st May ആണോ ആദ്യം, ഏപ്രിൽ 2 അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ദർഫോർ ടൈം ഓഫ് സപ്ലൈ ഈസ് 2nd April. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇതാണ്, എന്താണ്, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ റിവേഴ്സ് ചാർജ് ബേസിസ്. ഫോർവേഡ് ചാർജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റിവേഴ്സ് ചാർജ് ബേസിൽ ഗുഡ്സ് ആണെങ്കിൽ ഈ 5 കാര്യങ്ങളാണ്. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, ഡേറ്റ് ഓഫ് വിച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് ഡെബിറ്റിംഗ് ബുക്സ്, അതുപോലെ തന്നെ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് സെൻഡ് ബൈ ദി സപ്ലയർ. ഇതിലെല്ലാ കാര്യവും ഇനി പ്രോബ്ലത്തിൽ ചോദിച്ചാൽ തന്നെ, ചോദിക്കാൻ ചാൻസ് അത്രയും കുറവാണ്, ചോദിച്ചാൽ തന്നെ ഇതിലെല്ലാ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 1, 2, 3 കാര്യങ്ങളുണ്ടാവും. ആ 3 കാര്യങ്ങൾ എടുത്ത് എഴുതിയിട്ട് അതിലാദ്യം ഏതാണോ നടക്കുന്നത് ആ ഡേറ്റാണ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. സർവീസാണ് ഇത്, സർവീസ് ആണെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക, ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡും 60 days. ഓക്കെ, സർവീസ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകം പറയുന്നുണ്ട്, ഇത് മാത്രം നോക്കിയാൽ മതി എന്നുള്ളത്. പക്ഷെ മൊത്തത്തിലെല്ലാം നമ്മൾ പഠിക്കുകയും വേണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ
പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യുക. പ്രോബ്ലം ചോദിക്കൂല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം GST നമുക്ക് തിയറി മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. റിവേഴ്സ് ചാർജ് പ്രകാരം എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുക എന്ന്. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ കാണുന്ന മൂന്നാമത്തെ ഒരു കേസാണ് ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് വൗച്ചേഴ്സ്. വൗച്ചേഴ്സാണ് സപ്ലൈ ചെയ്യുന്നുവെങ്കിൽ അതിന് ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളതാണ്. സപ്ലൈ എന്താണെന്നുള്ളത് നമുക്ക് ചില സമയത്ത് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് വൗച്ചേഴ്സ് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യുക, ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ ആയിരിക്കില്ല. ആ സാഹചര്യത്തിൽ വൗച്ചേഴ്സാണ് സപ്ലൈ ചെയ്യുന്നുവെങ്കിൽ ആ സമയത്ത് അതിന് ടൈം ഓഫ് സപ്ലൈ എങ്ങനെ കണക്കാക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പറയുന്നത് ഇതാണ്, വൗച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോമൺലി യൂസർ ഫോർ ദി ട്രാൻസാക്ഷൻ ദി ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിൽ എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ ഒക്കെ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ ഈ വൗച്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ എന്താണ്, സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആണ് ഇത് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഏതൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും ആ ട്രാൻസാക്ഷൻ നടന്നതായിട്ടുള്ളതിൻ്റെ തെളിവാണ്, സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആണ് എന്ത്, വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി സിംഗിൾ പർപ്പസ് ഓർ ജനറൽ പർപ്പസ് വൗച്ചേഴ്സ്. രണ്ട് തരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ട്. ഒന്നെങ്കിൽ സിംഗിൾ പർപ്പസ് വൗച്ചേഴ്സ് ആവാം, അതല്ലെങ്കിൽ ജനറൽ പർപ്പസ് വൗച്ചേഴ്സ് ആവാം. സിംഗിൾ പർപ്പസ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വൗച്ചേഴ്സാണ് എന്ത്, സിംഗിൾ പർപ്പസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ TV വാങ്ങുകയാണ്, ടെലിവിഷൻ വാങ്ങുകയാണ്. ടെലിവിഷൻ വാങ്ങുമ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ടാവും, ആ വൗച്ചറിലുണ്ടാവും ആ ടെലിവിഷനാണ് വാങ്ങിയിട്ടുള്ളത് എന്ന്, അല്ലേ? നമ്മൾ വേറെ റെഫ്രിജറേറ്റർ വാങ്ങുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ വൗച്ചറിലുണ്ടാവും റെഫ്രിജറേറ്ററാണ് വാങ്ങിയിട്ടുള്ളത് എന്ന്. എന്നാൽ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റോ സർവീസസോ ഒന്നുമില്ലാതെ ജനറൽ ആയിട്ടുള്ള ഒരു വൗച്ചറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. TV ഫ്രിഡ്ജോ നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വൗച്ചറാണ് ലഭിക്കുന്നത് എങ്കിൽ അതാണ് സിംഗിൾ പർപ്പസ് ജനറൽ പർപ്പസ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. സിംഗിൾ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റോ ഒരു സർവീസസോ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ജനറൽ പർപ്പസ് ആണെങ്കിലോ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റോ സർവീസോ അതിലുണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് ഏത് വേണമെങ്കിലും അത് ഉപയോഗിച്ചിട്ട് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള രണ്ട് പർപ്പസിന് ഉപയോഗിക്കുന്ന വൗച്ചേഴ്സിൻ്റെ സിംഗിൾ പർപ്പസ് ഓർ ജനറൽ പർപ്പസ് വൗച്ചേഴ്സ്. വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ സേവനങ്ങളൊക്കെ വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ട്, സിംഗിൾ പർപ്പസും ജനറൽ പർപ്പസും. അല്ല, സിംഗിൾ പർപ്പസ് ആണ് പറയുന്നത് ഇറ്റ് ഈസ് ദ വൗച്ചേഴ്സ് ഫോർ എ സ്പെസിഫിക് സപ്ലൈ. സ്പെസിഫിക് സപ്ലൈ ആണ്, അവിടെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റോ ഒരു സർവീസ് ആണോ എന്നുള്ളത് അവിടെ പ്രത്യേകം ഉണ്ടാവും. സ്പെസിഫിക് ആണ്, സ്പെസിഫിക് സപ്ലൈ, ദാറ്റ് ഈസ് സപ്ലൈ വിച്ച് ഈസ് ഐഡന്റിഫയബിൾ അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂവൻസ് ഓഫ് വൗച്ചർ. വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഏത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്, ഏത് സർവീസിന് വേണ്ടിയിട്ടാണ് ഈ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോൾ മനസ്സിലാക്കാൻ പറ്റും? വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് സിംഗിൾ പർപ്പസ്. നോക്കോ, സപ്ലൈ വിച്ച് ഈസ് ഐഡന്റിഫയബിൾ അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂവൻസ് ഓഫ് വൗച്ചർ. വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. കാരണം എന്താണ്, അവിടെ സ്പെസിഫിക് സപ്ലൈ ആണ് ഇതിൽ വരിക, സിംഗിൾ പർപ്പസ് സപ്ലൈയിൽ വരിക, അല്ലേ? സിംഗിൾ പർപ്പസ് വൗച്ചറിൽ വരിക. നോക്കോ, ഉദാഹരണം വൗച്ചേഴ്സ് ഫോർ പ്രഷർ കുക്കർ. പ്രഷർ കുക്കർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വൗച്ചർ, അതിൽ പ്രത്യേകം ഉണ്ടാകുമ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെലിവിഷൻ വാങ്ങാനാണെന്നുള്ളത് നമുക്ക് ആ വൗച്ചർ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതാണ് സിംഗിൾ പർപ്പസ്. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റോ ഒരു സർവീസസോ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മറ്റൊന്നാണ് ജനറൽ പർപ്പസ് വൗച്ചേഴ്സ്. ജനറൽ പർപ്പസ് വൗച്ചേഴ്സ് പറഞ്ഞാൽ വൗച്ചേഴ്സ് മാത്രമേ കൊടുക്കുകയേ ചെയ്യുള്ളൂ. അതിൽ ഏത് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഏത് സർവീസോ ഒന്നും എന്ത് ചെയ്യില്ല, പ്രത്യേകം മെൻഷൻ ചെയ്യില്ല. നോക്കോ, ഇറ്റ് ക്യാൻ ബി യൂസർ ഫോർ മൾട്ടിപർപ്പസിന് വേണ്ടിയിട്ടാണ് മൾട്ടിപർപ്പസ് അല്ലെങ്കിൽ ജനറൽ പർപ്പസ് വൗച്ചേഴ്സ് ഉപയോഗിക്കുന്നത്. 10,000 ഉദാഹരണമാണ് 10,000 വൗച്ചർ ഇഷ്യൂഡ് ബൈ ദി ഷോപ്പേഴ്സ് ടോപ്പ് സ്റ്റോർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ബൈയിങ് എനി പ്രൊഡക്റ്റ് ഓർ സർവീസസ് അറ്റ് എനി ഷോപ്പേഴ്സ് സ്റ്റോക്ക് കോർ. ഒരു ഷോപ്പിൽ നിന്ന് ഒരു വൗച്ചർ ഇഷ്യൂ ചെയ്തു, ഒരു 10,000 രൂപയുടെ വൗച്ചർ ഇഷ്യൂ ചെയ്തു. ആ ഇഷ്യൂ ചെയ്താൽ ആ കിട്ടിയ ആൾക്ക് ആ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഷോപ്പിൽ നിന്നും അവരുടെ ഏത് ഷോപ്പിൽ നിന്നും എന്ത് ചെയ്യാം, എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും വാങ്ങിക്കാം. അതിൽ TV-ക്കാണോ ഫ്രിഡ്ജിനാണോ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പ്രത്യേകം മെൻഷൻ ഉണ്ടാവില്ല. 10,000 രൂപ ഉണ്ട്, ആ 10,000 രൂപയ്ക്ക് വിലയുള്ള എന്ത് വസ്തുക്കൾ വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും.
അതാണ് ജനറൽ പർപ്പസ് വൗച്ചേഴ്സ്. ഇവിടെ അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ വൗച്ചറിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, ജനറൽ പർപ്പസ് ആണ്. എന്ത് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം? ആ വിലക്കനുസരിച്ചുള്ള 10,000 രൂപയുടെയാണ് ഇവിടെ ഉദാഹരണത്തിൽ പറഞ്ഞത്. 10,000 രൂപക്ക് വിലയുള്ള എന്ത് വസ്തുക്കൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഷോപ്പിൽ പോയിട്ട് ആ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് അല്ല നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ടൈം ഓഫ് സപ്ലൈ ആണ്. ടൈം ഓഫ് സപ്ലൈ ആണ്. പക്ഷെ അവിടെ 2 തരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ജനറൽ പർപ്പസ് അല്ലെങ്കിൽ സിംഗിൾ പർപ്പസ് വൗച്ചേഴ്സിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇതാണ്. ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സിംഗിൾ പർപ്പസ് വൗച്ചർ ഈസ് ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ. സിംഗിൾ പർപ്പസ് വൗച്ചേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നതാണ് ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ. വൗച്ചർ എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ് ആണ് സിംഗിൾ പർപ്പസ് വൗച്ചേഴ്സിൻ്റെ ടൈം ഓഫ് സപ്ലൈ. സിംഗിൾ പർപ്പസ് വൗച്ചേഴ്സിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്നാണോ ഈ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ്. ഓക്കെ, എന്നാൽ ജനറൽ പർപ്പസ് വൗച്ചേഴ്സ് അതല്ലെങ്കിൽ സിംഗിൾ പർപ്പസ് വൗച്ചേഴ്സ് അല്ലാത്ത മറ്റേതെങ്കിലും വൗച്ചേഴ്സ് ആണെങ്കിലും എല്ലാം അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് വൗച്ചേഴ്സ് ആണ്. റിഡംഷൻ ഓഫ് വൗച്ചേഴ്സ് ആണ് ഇൻ ആൾ അതർ കേസസ് അതർ ദാൻ സിംഗിൾ പർപ്പസ്. സിംഗിൾ പർപ്പസ് അല്ലാത്ത മറ്റെല്ലാ കേസസിലും സപ്ലൈ ഓഫ് വൗച്ചർ ഈസ് ദ ടൈം ഓഫ് സപ്ലൈ ഈസ് ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചേഴ്സ്. എന്നാണോ ഈ വൗച്ചേഴ്സ് റിഡീം ചെയ്യുന്നത് ആ ടൈമാണ് എന്താണ് കണക്കാക്കുന്നത്? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പറഞ്ഞത്രേ ഉള്ളൂ. മൂന്നാമത്തെ ഹെഡാണ് ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് വൗച്ചേഴ്സ്. വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ് അല്ലേ? സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ്. 2 തരത്തിലുള്ള വൗച്ചേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് സിംഗിൾ പർപ്പസ്, ഒരൊറ്റ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരൊറ്റ സർവീസസിന് വേണ്ടിയിട്ട് അല്ലേ? ആ ഒരൊറ്റ പർപ്പസ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ആ ഗുഡ്സിന്, ഒരൊറ്റ ഗുഡ്സിന്, ഉദാഹരണം TV അല്ലെങ്കിൽ ഫ്രിഡ്ജ് പോലുള്ള ഏതെങ്കിലും ഒരു വസ്തുക്കളെ നമുക്ക് എഴുതാൻ പറ്റും. അതിനാണെങ്കിൽ അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്നാണോ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത് അത് തന്നെയാണ് അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ. രണ്ടാമത്തെ കേസോ എന്താണ്? ജനറൽ പർപ്പസ് വൗച്ചേഴ്സ്. ജനറൽ പർപ്പസ് വൗച്ചേഴ്സ് എങ്ങനെയാണ് പറയുന്നത്? അതായത് ഇത്ര രൂപയുടെ ഒരു വൗച്ചർ ഇഷ്യൂ ചെയ്യും, അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. എന്താണ്? റിഡംഷൻ ഓഫ് വൗച്ചേഴ്സ് ആണ് ജനറൽ പർപ്പസിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ആ 2 കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി പഠിക്കുക. 4ാമത്തെ കേസാണ് റെസിജ്വറി ക്ലോസ്. റെസിജ്വറി ക്ലോസ് അപ്പോൾ നമ്മൾ 3 മെത്തേഡ് പ്രകാരം പഠിച്ചു അല്ലേ? എന്താണ്? ഫോർവേഡ് ചാർജ് ബേസിസ്, റിവേഴ്സ് ചാർജ് ബേസിസ്, സപ്ലൈ ഓഫ് വൗച്ചേഴ്സ് അല്ലേ? ഈ 3 കാര്യങ്ങളിലും എന്നാണ് ടൈം ഓഫ് സപ്ലൈ വരിക എന്നുള്ളത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കണം. അത് നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നോരോന്നായിട്ട് പഠിച്ചു. ഇനി ഇതിലേതും ഉൾപ്പെടുത്താൻ കഴിയാത്ത ഏതെങ്കിലും കാര്യങ്ങളാണ് വരുന്നത് എങ്കിൽ അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് റെസിജ്വറി ക്ലോസ്. അതായത് നമ്മൾ 3 ഡിസ്കസ് ചെയ്തതല്ലോ, ആ 3ലും ഉൾപ്പെടുത്താൻ കഴിയാത്ത എന്തെങ്കിലും സന്ദർഭങ്ങളാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് റെസിജ്വറി ക്ലോസ്. നോക്കിക്കോ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എസ്റ്റാബ്ലിഷ് ടൈം ഓഫ് സപ്ലൈ ആസ് ഡിസ്കസ്ഡ് എബോവ്. നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേതും ഇത് വെച്ചുകൊണ്ട് നമുക്ക് ടൈം ഓഫ് സപ്ലൈ കണക്കാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദ ടൈം ഓഫ് സപ്ലൈ വിൽ ബി, പിന്നെ അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കും? ദ ഡേറ്റ് ഓഫ് പീരിയോഡിക്കൽ റിട്ടേൺ ഹാസ് ടു ബി ഫയൽഡ്. റിട്ടേൺ ഫയൽ ചെയ്യണ്ടേ? നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ GST റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് വേറെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്, അതോടൊപ്പം തന്നെ ഡേറ്റ് ഓൺ വിച്ച് SGST ഓർ CGST പെയ്ഡ്, അല്ലെങ്കിൽ SGST ഓ CGST, സെൻട്രൽ GST, സ്റ്റേറ്റ് GST അടച്ച ഡേറ്റ്, എന്നാണ് അടക്കുന്നത് ആ ഡേറ്റ്, അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇപ്പോൾ പ്രൊസീജിയർ ക്ലോസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത 3 നിന്നും നമുക്ക് അപ്ലിക്കബിൾ ആക്കി അതിന് ടൈം ഓഫ് സപ്ലൈ കണക്കാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് റെസിജ്വറി ക്ലോസ്. റെസിജ്വറി ക്ലോസിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഡേറ്റ് ഓഫ് പീരിയോഡിക്കൽ റിട്ടേൺ ഹാസ് ടു ബി ഫയൽഡ്, പീരിയോഡിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്. അതോ അല്ല എങ്കിലോ SGST അല്ലെങ്കിൽ CGST അടച്ച തീയതി, അത് നമുക്ക് എന്താക്കി കണക്കാക്കാൻ പറ്റും? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ഫോർവേഡ് ചാർജ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള റിവേഴ്സ് ചാർജും അതുപോലെ തന്നെ സപ്ലൈ ഓഫ് വൗച്ചേഴ്സും
റെസീജറി ക്ലോസും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും പഠിച്ച് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, താങ്ക് യു.